ഹലോ ഗായ്സ്, നമ്മളപ്പം എക്സ്ട്രീം കാർ ഡ്രൈവിംഗ് ആയിട്ട് ഒന്നുകൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്നത് പോർഷെ 911 ഈ കളർ കൊള്ളത്തില്ല, നമുക്ക് ഗ്രീൻ ആക്കാം. ഗ്രീൻ ആകുമ്പോൾ മെയിൻ ആയിരിക്കും, ആ നമ്പർ പ്ലേറ്റിന് ചേരുന്ന കളർ. നമ്മളിത് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒന്ന് കളിക്കും, അല്ലാതില്ല. അപ്ഡേറ്റ് ചെയ്യാൻ എൻ്റെ കയ്യിൽ മണിയില്ല. കസ്റ്റമൈസ് നമ്മൾ ഇത് വെച്ചിട്ട് ഒരു മിനിറ്റ് എങ്ങാണ്ട് വരുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇതായിരുന്നു നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. സിൽവർ കൊള്ളത്തില്ല, നമുക്ക് അത് തന്നെ മതി. ഡ്രൈവ് ഇറ്റ്. നമുക്ക് റേസ് കളിക്കായിരുന്നു. ഇത് കളിച്ചിട്ട് കളിക്കാം. റേസൊക്കെ എടുത്തൊന്ന് കളിക്കാം. റേസ് എന്തായാലും പൊട്ടും ഗൈസ്. നമുക്ക് ആസ്റ്റൺ മാർട്ടിൻ വെച്ച് റേസിന് ഇറങ്ങാം. എൻ്റെ കയ്യിലുള്ള വണ്ടികൾ ഏറ്റവും പവർ വണ്ടിയുടെ സൗണ്ട് കേൾപ്പിക്കാം ഗൈസ്. സൗണ്ട് കേട്ടോ ഗൈസ്, വണ്ടിയുടെ സൗണ്ട് വിഷയമാണ്. ഈ സൗണ്ടുള്ള വണ്ടി വല്ലതും കാണുമോ? അടിപൊളി സൗണ്ട്, വിഷയം സൗണ്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ടൊന്ന് പറപ്പിച്ചാലോ? ഡ്രിഫ്റ്റ് മോഡിലല്ലോ, പിന്നെ ഡ്രിഫ്റ്റ് മോഡ് കിട്ടാൻ വണ്ടി. ഡ്രിഫ്റ്റ് മോഡ് വേണ്ടായിരുന്നു. ഡ്രിഫ്റ്റ് മോഡ് കിട്ടാൻ വണ്ടി പിന്നെ ഈ വണ്ടി കൺട്രോൾ ചെയ്യാൻ കിട്ടത്തില്ല. ഡ്രിഫ്റ്റ് മോഡ് ഒന്നും ഈ വണ്ടിക്ക് ഇതാവുന്നില്ല, കണ്ട വയസ്സ്. പക്ഷെ ഡ്രിഫ്റ്റ് കൊള്ളാവേ, അടിപൊളി ഡ്രിഫ്റ്റ് ആയിരുന്നു അത്. ഡ്രിഫ്റ്റ് മോഡ് മാറ്റട്ടെ. വണ്ടി ഇപ്പോൾ സ്പോർട്സ് മോഡിലാണ് കിടക്കുന്നത്. വണ്ടി ഇടിച്ച് പൊട്ടിച്ച് നമ്മൾ ഡ്രിഫ്റ്റ് മോഡ് കിട്ടുന്ന വണ്ടി തിരിക്കാൻ നോക്കിയതാ, നടന്നില്ല. നമുക്കെന്തോ ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി റേസിന് കയറാം. ഗൈസ്, നമുക്കപ്പോൾ ആസ്റ്റൺ മാർട്ടിൻ എടുക്കാം. മൊത്തം 38 കാറുകൾ ഇതിലുള്ളത്. നമ്മുടെ ഈ 24 കാറ് നമ്മുടെ കയ്യിലുണ്ട്. സൂപ്പർ കാർ ഒരെണ്ണം അത് കിട്ടത്തില്ലേ? ഇതേതാ? എസ് കളയട്ടെ. ബി മാറ്റിയിട്ട് സി നോക്കുമ്പം നമ്മുടെ MK5 ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. എൻ്റെ ആസ്റ്റൺ മാർട്ടിൻ കാണുന്നില്ലല്ലോ. ഞാൻ ഗൈസ്, ചെറിയൊരു സീൻ, നമ്മുടെ ആസ്റ്റൺ മാർട്ടിൻ കാണാനില്ല ഗൈസ്. നമുക്കപ്പോൾ വേറെ നമ്മുടെ കയ്യിലുള്ളത് ഏറ്റവും സ്പീഡുള്ള വണ്ടി എടുക്കാം. മറ്റേ എൻ്റെ കയ്യിലുണ്ട് ഈ വണ്ടിക്കോ? ഞാൻ റേസ് ചെയ്യണമെന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് വയ്യ റേസ് ചെയ്യാൻ. നമ്മുടെ റേസ് ചെയ്യാൻ ഇവിടെ സൂപ്പറൊക്കെ 200 ഉള്ളു. നമുക്ക് അപ്ഡേറ്റ് ചെയ്താലോ? ഇപ്പം 303 ഉള്ളു ഗൈസ്. വണ്ടി വെച്ചിട്ട് നടക്കത്തില്ല. നമുക്ക് 300 വെച്ചിട്ട് 300
ഫുൾ അപ്ഡേറ്റഡ് ആണ്. നമുക്ക് ഇതിൻ്റെ കളർ ഒന്ന് മാറ്റി ഇറക്കാം. കളർ മാറ്റി സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റുമോ? ഓ അടിപൊളി. നമുക്ക് വേറെ ഇതാണ് ഈ വണ്ടിക്ക് മോക്കോവേറ്റ്. ഈ വണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ ഇനി ഇപ്പോഴാണ് അറിയുന്നത്. നമുക്ക് ഈ വണ്ടിക്ക് അടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് ഈ വണ്ടിക്ക് തന്നെ കളർ അടിക്കാം, സ്റ്റിക്കർ അടിക്കാം. 300 ഡയമണ്ടൊക്കെ കൊടുത്ത് നമ്മൾ അടിച്ചു ഗൈസ്. ഈ വണ്ടിയും കൊണ്ട് റേസ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇറങ്ങുന്നതായിരിക്കും. അടിപൊളി ആക്കിയിട്ടുണ്ട് നമ്മൾ. നമുക്കപ്പം റേസിന് കാണാം ഗൈസ്. നമ്മൾ ഈ വണ്ടി എടുക്കുവാണ്. നമുക്ക് ഈ വണ്ടിക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. നമുക്ക് ഇവനെ പെയിൻ്റ് അടിക്കാൻ പറ്റത്തില്ല ഗൈസ്, എന്തോ എടുക്കാനാ. ശരി, നമുക്ക് റേസിന് ഇറങ്ങാം. നമുക്ക് റേസിന് കാണാം. ഗൈസ് നമ്മൾ എക്സ്ട്രീം ഫാസ്റ്റ് അല്ലല്ലോ, ഫസ്റ്റ് അല്ലേ? എക്സ്ട്രീം ഫസ്റ്റ് ഇതൊന്നും കൊടുത്തിട്ട് അനങ്ങുന്നില്ലല്ലോ സാധനം. ഗൈസ് നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, നമുക്ക് റേസിന് കയറാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് മാസ്ഡ RX-7 എടുത്തുകൊണ്ട് നമുക്ക് ഷോയ്ക്ക് ഇറങ്ങാം. പക്ഷേ മൾട്ടിപ്ലെയറിന് പോവാം. നമ്മുടെ ആസ്റ്റൺ മാർട്ടിൻ ഇവൻ തിരിച്ചു വന്നു. എൻ്റെ കയ്യിലുണ്ടിപ്പോൾ അവൻ. ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള വണ്ടികളാ, സെലേറിയ വരെ ഉണ്ട്. ഇതെന്താണ്? ഈ വണ്ടിക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ? പക്ഷേ എൻ്റെ ഡയമണ്ട് ഇല്ലല്ലോ. 150 ഡയമണ്ടിന് കിട്ടുമെങ്കിൽ ശരിയില്ല. സ്റ്റിക്കർ അടിക്കുന്നതാണല്ലോ ഇതിനും. 300. നമ്മൾ അവനെയും ചെറുതായിട്ടൊന്ന് കളർ അടിച്ച് വിട്ടിട്ടുണ്ട്. നമുക്കപ്പോൾ മാസ്ഡ ഗൈസ് സെർച്ചിങ് ഫോർ പ്ലെയേഴ്സ് ആണ്. എല്ലാവരും വന്ന് നമ്മൾ മൾട്ടിപ്ലെയർ ആണ് ഗൈസ് എടുത്തേക്കുന്നത്. കാരണം നമുക്ക് ഇത് കിട്ടുന്നില്ല, റേസിൻ്റെ കിട്ടുന്നില്ല. അതുമല്ല നമ്മുടെ ഈ ആദ്യം നമ്മൾ നോക്കിയപ്പം ആസ്റ്റൺ മാർട്ടിൻ ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇപ്പം നോക്കിയപ്പം നമ്മുടെ കയ്യിലുണ്ട്. വരുന്നില്ലല്ലോ. വന്നു. കുറേ അമ്മമാരുണ്ട്. നിൻ്റെയൊക്കെ കയ്യിലുണ്ടോടെ ഇതേപോലത്തെ ഐറ്റം? മസ്ഡ ഉണ്ടോടെ? മസ്ഡ മറയിലൊക്കെ. നമുക്കൊന്ന് ഫുട്ബോൾ കളിക്കാൻ പോ. ബോളടിച്ച് ബോള് ഞാൻ വരുന്നേ. അവന്മാർ ബോളും കൊണ്ട് പോയി. ബോളെന്തേ? അയ്യോ, അവൻ എന്നെ ഇടിച്ചു പറത്തി ഗൈസ്. അവൻ എന്നെ ഗോൾ അടിച്ചു ഗൈസ്. ഗോൾ ദാണ്ട് ഇവന്മാരൊക്കെ വന്ന് എന്നെ ഇടിക്കുന്നത് അതുകൊണ്ട്. ഗൈസ് നമ്മുടെ വണ്ടിക്കകത്തുനിന്ന് തീയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ചെറിയൊരു സീനാണ്. അവിടെ കണ്ടുണ്ട് ബോള്. എനിക്ക് ബോളിൽ തട്ടണേ. ബോളിന് പകരം കാറിനെയാ തട്ടിയത്. ഞാൻ ബോളിൻ്റെ സൈഡിൽ കൂടെ കിടന്ന് കറങ്ങുക.
അയ്യോ ഇടിച്ച് നേരെ വെക്കോ ലെഫ്റ്റ്. അവന്മാര് ബോൾ കൊണ്ടുപോയി. ബോൾ എനിക്കൂടെ താടേ. എന്തേടേ ബോളൊക്കെ? ആരെയൊക്കെ ഇടിച്ച് ഞാൻ പറത്തി. എന്തേ ബോളെന്തേ? ഞാൻ വരുന്നുണ്ട്. ഡ്രിഫ്റ്റ് മോഡ് ഇട്ടിട്ട് ഞാൻ വന്നാലേ എവിടെയെങ്കിലുമൊക്കെ ചെന്നങ്ങ് ഇടിച്ചോളൂ. അതാകുമ്പോൾ വണ്ടിയും കൈ കിട്ടും. ഗൈസ് നമ്മുടെ ബോള് ഇപ്പൊ സെൻട്രിൽ കാണും. കാരണം ബോളിനെ ബോളി തട്ടി. ഗൈസ് നമ്മൾ വേറൊരു മാസ്ഡായി ഇടിച്ച് പറത്തി. ഈ ബോളി തട്ടി. ബോൾ എന്നെയാ തട്ടിയത്. ഗോൾ അടിക്കട്ടെ. ബോൾ എന്തേ? 1 മിനിറ്റ് ഗൈസ്. നമ്മളിവിടെ കിടന്ന് പക്കാ ഷോ ഇറക്കുവാണ്. എന്തേ ബോൾ എന്തേ? ബോളിനെ അവന്മാർ ഇടിച്ച് പറത്തി. ഇതാണ്ടേ ഫുട്ബോൾ കളിക്കുന്നവന്മാരെ എനിക്കിവിടെ ഒന്ന് ബോൾ ഒറ്റ എങ്ങനെ ഇരിക്കെ? ഇത്രയല്ല കാര്യമുള്ളൂ. ഞാൻ എന്തിനാ ബോളിൻ്റെ അതാണ്ട് വരുന്നു ബോള്. ഈ പറപ്പിക്കട്ടെ. ബോൾ എൻ്റെ മണ്ടയ്ക്ക് കൂടെ ഒക്കെ ചാടിപ്പോയി ഗൈസ്. ബോള് ഗോൾ. ഞാനായല്ലോ ഗോള്. ഇറങ്ങി പോട്ടെ ഗൈസ്. വണ്ടി ഡ്രിഫ്റ്റ് മോഡിലാണ്. ഇവിടെ ഒന്ന് ഡ്രിഫ്റ്റൊക്കെ അടിക്കട്ടെ. ഇടിക്കാതെ ഡ്രിഫ്റ്റ്. മാറിപ്പോടാ അങ്ങോട്ട്. അവനെ ഇടിച്ച് പറത്തി. ഇടിച്ച് പറത്തി ബോളിനെ. ബോള് പോയില്ലേ? എടാ ഒന്ന് മാറാ. ബോളിനെ ഒന്ന് താഴെ ഇറക്കടാ. ഗൈസ് നമ്മുടെ ഡ്രിഫ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബോളിൽ കളിക്കാൻ പോയി. ബോള് കൊണ്ടുപോയി. നമ്മൾ ഡ്രിഫ്റ്റ് മോഡ് ഇട്ടുകൊണ്ട് പോവാണ്. അതാകുമ്പോൾ ബോള് വേഗം കിട്ടും. ഗോളി കയറി. നമ്മളാണ് ഇവിടെ ഇടിച്ചത്. ഞാൻ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങി പോവുക. വെളിയിൽ പോയി ഇച്ചിരി ചോറക്കട്ടെ. ഇവിടെ ഒന്നും ആരും ഇല്ലയോ? അതുകൊണ്ട് ഏതോ ഒരുത്തന്നെ ഇവിടെ ഇതായി പോയിട്ടുണ്ട്. നോക്കട്ടെ ഗൈസ്. ഇവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ കാണും. എല്ലാണോ സ്റ്റേഡിയത്തില്? അയ്യോ ഞാൻ തന്നെ പറഞ്ഞു പോയേ. സേഫ് ലിങ്ക്. അടിപൊളിയായി ഇത് കളിക്കാൻ. മൾട്ടിപ്ലെയർ കളിക്കാൻ അടിപൊളിയാ. റിവേഴ്സ് മാസ്റ്റമുള്ളപ്പോൾ മോക്കോ വിയേറ്റൊന്നും വേണ്ട. ബോളി തൊടാൻ അവന്മാർ സമ്മതിച്ചില്ല.